to Silent Banking. LICAO അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി IBPS ക്ലർക്കിനും SBI ക്ലർക്കിനും IBPS POയ്ക്കും ഒക്കെയുള്ള പ്രിപ്പറേഷനിലാണ്. അതേ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് LIC അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് എക്സാം പാറ്റേൺ, എങ്ങനെയാണ്, നമ്മുടെ സെയിം സിലബസ് തന്നെയാണോ, സാലറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് ഓൺലൈൻ മോഡ് മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ജനറലിസ്റ്റ് പോസ്റ്റിലേക്കാണ്. ജനറലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഡിഗ്രി ഉള്ള ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ സ്പെഷ്യലായിട്ട് അവർ ഏതാണോ പറയുന്നത് ആ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് LICയുടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജനറലിസ്റ്റ് പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ വേക്കൻസി എത്രയുണ്ട് എന്ന് നോക്കാം. ടോട്ടൽ 350 ആണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. SC 51, SC 22, OBC 88, EWS 38 ആൻഡ് അൺറിസർവ്ഡ് 142 വേക്കൻസി ആണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 341. അതേപോലെ തന്നെ ബാക്ക്ലോഗ് വേക്കൻസി 9 കൂടെ കൂട്ടി ടോട്ടൽ 350 വേക്കൻസി ആണ് ഈ ഇയർ നമുക്ക് LICAOയ്ക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊരു പാൻ ഇന്ത്യ ജോബാണ്, അപ്പൊ 350 വേക്കൻസി എന്ന് പറയുന്നത് കുറവല്ലേ, അപ്പൊ കോമ്പറ്റീഷൻ ടഫായിരിക്കില്ലേ? ഇത്രയും വേക്കൻസി, ഇതിന്റെ സാലറി ആണെങ്കിൽ 1 lakhനൊക്കെ എബോവ് പോകും അല്ലെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോബിന് കോമ്പറ്റീഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ വേക്കൻസി പറയുമ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും. അപ്പൊ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ന് മുതൽ എന്ന് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. നമ്മളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16-ാം തീയതി മുതലാണ്. 16/8/2025 മുതൽ 8/9/2025 വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതായത് ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 9 വരെയാണ് നമുക്ക് LICAO അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്, എന്നാണോ പ്രിലിംസിന്റെ എക്സാമിനേഷൻ അതിന് മുന്നേ 7 ദിവസത്തിന് മുന്നേ എന്ത് വരും, അഡ്മിറ്റ് കാർഡ് വരും. നമ്മളുടെ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ 3-നാണ് അല്ലെ. ഒക്ടോബർ 3-ന് പ്രിലിംസ്, അതേപോലെ തന്നെ നവംബർ 8-ന് എന്തുണ്ടാകും, മെയിൻസ് ഉണ്ടാകും. നമ്മൾ ഓൾറെഡി നമുക്ക് ബാക്കിയുള്ള എക്സാംസിന്റെ സ്കെഡ്യൂൾ ഒക്കെ അറിയാം. അതിൽ തന്നെ നമ്മളുടെ LICAOയും കൂടെ വന്നു. ശരിക്കും ഈ ഒരു മാസം, ഇനി അങ്ങോട്ടുള്ള മാസം എന്ന് പറയുന്നത് ടൈറ്റ് സ്കെഡ്യൂൾ ആണ്. പ്രിലിംസും മെയിൻസും പാരലലി ഒരേപോലെ തന്നെ മുന്നോട്ട് പഠിച്ചു പോയേ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ എലിജിബിലിറ്റി എന്തായിരിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏജ് എത്ര വേണം? നമ്മളുടെ ഏജ് എന്ന് പറയുന്നത്, ഏജ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഏജ് ഏത് ഡേറ്റ് വെച്ചാണ് നോക്കുക. ഇവിടെ 1/8/2025 ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ മിനിമം 21 വയസ്സുണ്ടായിരിക്കണം. മാക്സിമം എത്രയാണ്, 30 വയസ്സ്. അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് എത്രയായിരിക്കണം നമ്മളുടെ ഏജ്, അതായത് ഏത് ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് വരെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/8/1995 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/8/2004. അതുപോലെ തന്നെ 2 ഡേയ്സും ഇൻക്ലൂഡഡ് ആണ്. ഈ 2 ഡേറ്റിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് SC ST ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും, അതേപോലെ OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷവും, PWBD ആണെന്നുണ്ടെങ്കിൽ 10 വർഷവും എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജനറലിസ്റ്റ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ, എന്താണ്? നമ്മുടെ ബാങ്ക് എക്സാംസിന് ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും അതേപോലെ തന്നെ ജനറലിസ്റ്റ് പോസ്റ്റിലേക്കുള്ള AAO ആണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു ഡിഗ്രി മതി. ഡിഗ്രി പാസ്സായിരിക്കണം. ഏത് ഡിഗ്രി ഉള്ള ആൾക്കും, അത് ഏത് ഡിഗ്രി ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, ഏത് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി ആണ് അല്ലെ. നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കിക്കേ, വേണ്ട നമ്മുടെ നോട്ടിഫിക്കേഷനകത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ബേസിക് പേ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 88,635 ബേസിക് പേ. നമ്മള് ബേസിക്, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഇത് ബേസിക് പേ ആണെങ്കിൽ ഉറപ്പായിട്ടും 1 lakhന് എബോ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇൻഹാൻസ് സാലറി ആയിട്ട് കിട്ടുക അല്ലെ. ഇത്രയും സാലറി, വേക്കൻസി 350. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ അത്ര എഫേർട്ട് ഇട്ടേ പറ്റൂ അല്ലെ. നമ്മൾ ആ ഒരു സാലറിയിലേക്കാണ് അല്ലെ, മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ജോബ് ഉള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ, ആ ഒരു ഓഫീസർ പോസ്റ്റിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ നമ്മളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്തിരിക്കണം, മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കണം. ഓക്കെ,
അപ്പൊ നമ്മളുടെ ബേസിക് പേ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ പറയുന്നുണ്ട്? HRA പറയുന്നുണ്ട്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ അപ്രോക്സിമേറ്റ്ലി 1,26,000 പെർ മന്ത് ആണ് നമുക്ക് എന്ത് വരിക? ടോട്ടൽ വരിക. അപ്പോ അത്രയും സാലറി കിട്ടുന്നു എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞ കാര്യമല്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പൊ അത്രയും നല്ലൊരു പോസ്റ്റാണ്. നന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? പ്രിപ്പറേഷനിലേക്ക് കടക്കുക. ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി വരുന്നത് നമ്മളുടെ സർവീസ് കണ്ടീഷൻ ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞു, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളെ പാൻ ഇന്ത്യ ജോബാണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം? പോസ്റ്റിംഗ് കിട്ടാം. നമ്മളുടെ വേക്കൻസി അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റിംഗ് കിട്ടാം എന്നുള്ളൊരു കാര്യമാണ് അവര് ഈ ഒരു സർവീസ് കണ്ടീഷനകത്തിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പ്രൊബേഷൻ പീരീഡ്. നമുക്കറിയാം, നമ്മൾ കയറുമ്പോഴേ ഡയറക്റ്റ് ഓഫീസർ പോസ്റ്റിലേക്ക് ആയിരിക്കില്ല, നമുക്ക് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. എ കാൻഡിഡേറ്റ് ആഫ്റ്റർ അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാൽ ബി പ്രൊബേഷൻ ഓൺ എ പീരീഡ് ഓഫ് 1 year ഫ്രം ദി ഡേറ്റ് ഓഫ് ജോയിനിങ്. അപ്പൊ നമുക്ക് ഡേറ്റ് ഓഫ് ജോയിനിങ് മുതൽ 1 വർഷം എന്തുണ്ടായിരിക്കും? പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. The period may be extended up to 2 years. Maybe അത് 2 വർഷം വരെ എക്സ്റ്റെൻഡ് ആകാം. During the period of probation, the candidates will be subject to continuous assessment as per the corporation extent policy. അപ്പൊ നമ്മളെ കണ്ടിന്യൂസ്ലി അസസ് ചെയ്യും. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും? നമ്മളെ അസസ് ചെയ്യും. Okay, if any candidate fails to achieve the minimum standard, corporation stipulated his or her service may be terminated as per the policy. അപ്പം നമ്മൾ ആ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിനേഷൻ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. ബട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത്രയും എക്സാം എഴുതി അവിടെ ചെന്ന് നമ്മളെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റും. സോ ആ വക കാര്യങ്ങളിലേക്ക് അത് അവർ നമ്മളോട് പറയുന്നതാണ്. നമ്മൾ ആ ഒരു പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. സോ ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഒരു ഗ്യാരണ്ടി ബോണ്ടിന്റെ കാര്യവും അവരെ എടുത്തു പറയുന്നുണ്ട്. ബിഫോർ ജോയിനിങ് ആസ് എ പ്രൊബേഷണർ, കാൻഡിഡേറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു ഗിവ് ആൻ അണ്ടർടേക്കിംഗ് ടു സർവീസ് LIC ഫോർ എ മിനിമം പീരീഡ് ഓഫ് 4 years ഫ്രം ദി ഡേറ്റ് ഓഫ് ജോയിനിങ്. അപ്പം 4 വർഷത്തെ ബോണ്ടാണ് മിനിമം പീരീഡ് ഓഫ് 4 years ഇൻക്ലൂഡിംഗ് പ്രൊബേഷൻ പീരീഡ്. ഇത് പ്രൊബേഷൻ പീരീഡൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ ആ ഒരു പീരീഡിൽ അവിടെ വർക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ബോണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളത് തെറ്റിക്കുവാണെങ്കിലോ ലയബിൾ ടു പേ ലിക്വിഡിറ്റി ഡാമേജസ് ഓഫ് ₹5 lakh. അപ്പൊ നമുക്ക് ഇത്രയും സാലറി ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട് 1 lakhന് അബോവ്. സോ അപ്പൊ പിന്നെ നമ്മളത് വിടുന്ന കാര്യം ആലോചിക്കുക പോലെയല്ല, അല്ലെ? അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ കേസിൽ നമ്മൾ പറയുന്നതാണ്. നമ്മൾ എന്തായാലും ഇത്രയും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയെടുക്കുമ്പോൾ ഉറപ്പായിട്ടും അവരെന്തുണ്ടായിരിക്കും? നമുക്ക് ബോണ്ട് സൈൻ ചെയ്യും. അപ്പൊ അതാണ് സർവീസ് പീരീഡും ബോണ്ടിന്റെ കാര്യമൊക്കെ അവരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് നമ്മളുടെ ചാർജ് SC ST PWBD കാറ്റഗറിക്ക് ആണെങ്കിൽ 85 ആയിരിക്കും. ആൻഡ് ബാക്കി എല്ലാവർക്കും എത്രയാണ്? 700 ആണ്. 700 പ്ലസ് GST ആണ് പറയുന്നത്. അപ്പം SC ST PWBD ആണ് എന്നുണ്ടെങ്കിൽ 85 പ്ലസ് GSTയും, ബാക്കി എല്ലാ കാറ്റഗറിക്കും എത്രയാണ്? 700 പ്ലസ് GSTയുമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതും ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫീ പേ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ്? ഇനി നമുക്ക് ഈ ഒരു എക്സാം എഴുതി അല്ലെങ്കിൽ ഇത്രയും സാലറി ഒക്കെ ഉള്ള ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? എന്തൊക്കെ കടമ്പകളാണ് നമുക്ക് കടക്കാനായിട്ടുള്ളത്? അപ്പൊ നമുക്ക് 3 കടമ്പയാണ് നമുക്ക് കടക്കാനുള്ളത്: പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. അപ്പൊ ആദ്യത്തെ പ്രിലിമിനറി ഫേസിൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പ്രിലിമിനറി ഫേസ് എന്ന് പറയുന്നത് 3 സെക്ഷൻസ് ആയിരിക്കും നമുക്ക് പ്രിലിമിനറി ഫേസസിൽ ഉണ്ടായിരിക്കുക. There will be no negative marks. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തില്ല? നെഗറ്റീവ് മാർക്ക് ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് നേരത്തെ നമ്മൾ പറയും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, നമുക്ക് കറക്കി കുത്താനായിട്ട് പറ്റില്ല. ഇവിടെ എന്തില്ല? നെഗറ്റീവ് മാർക്ക് ഇല്ല. ആൻഡ് കാൻഡിഡേറ്റ്സ് വിൽ ഹാവ് ടു ക്വാളിഫൈ ഇൻ ഈച്ച് ഓഫ് ദി സെക്ഷൻസ് സെപ്പറേറ്റ്ലി. അപ്പൊ ഇവിടെ എന്തുണ്ട്? സെപ്പറേറ്റ് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല, ബട്ട് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ആ സെക്ഷണൽ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് ഓൾറെഡി അവർ നേരത്തെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. നോക്കിക്കേ, നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റ് റീസണിംഗ് ആണ്. റീസണിംഗ് 35 ക്വസ്റ്റ്യൻ, 35 മാർക്ക്. അതേപോലെ തന്നെ മിനിമം ക്വാളിഫൈ മാർക്ക് SC ST ആണെങ്കിൽ 16, ബാക്കിയുള്ളവർക്കാണെങ്കിൽ 18 മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം.
എത്ര മിനിറ്റ് ഉണ്ട്? നമുക്ക് കിട്ടുന്ന സമയം 20 മിനിറ്റ് മാത്രമാണ് ഈ 35 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കിട്ടുക. ജനറൽ കാറ്റഗറിയാണ്, SC/ST ഒഴികെയുള്ള എല്ലാവർക്കും മിനിമം എത്ര മാർക്ക് ഉണ്ടായിരിക്കണം? 18 മാർക്ക് ഉണ്ടായിരിക്കണം. QA ആണെന്നുണ്ടെങ്കിൽ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, സെയിം 18 മാർക്ക് തന്നെയാണ് നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ് വരിക. അതിനും നമുക്ക് എത്ര മിനിറ്റ് കിട്ടുന്നുള്ളൂ? 20 മിനിറ്റ് മാത്രമേ സമയം കിട്ടുന്നുള്ളൂ. ദെൻ ഇംഗ്ലീഷ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, മിനിമം എത്ര ഉണ്ടായിരിക്കണം? 10. SC/ST ആണെങ്കിൽ 9, നേരത്തെ പറഞ്ഞ QA SC/ST ആണെന്നുണ്ടെങ്കിൽ 16. ഇതിനും നമുക്ക് 20 മിനിറ്റ്സ് മാത്രമാണ് ടൈം കിട്ടുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇവിടെ QA 35, റീസണിങ് 35, ഇംഗ്ലീഷ് 30, പിന്നെ എന്താണ് ഇവിടെ ഇങ്ങനെ 70 കാണിച്ചേക്കുന്നത്? ടോട്ടൽ 100 അല്ലേ വരേണ്ടത്? നമ്മുടെ ബാങ്ക് എക്സാമിന്റെ സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷെ ഇവിടെ എടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 12th വിൽ ബി ഓഫ് ക്വാളിഫൈങ് നേച്ചർ. ഇവിടെ ഇംഗ്ലീഷിന്റെ മാർക്ക് എന്ന് പറയുന്നത് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ 70 എന്ന് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 100ലും നമ്മുടെ മാക്സിമം മാർക്ക് വരുന്നത് എത്രയിലായിരിക്കും? 70ലായിരിക്കും. ഇംഗ്ലീഷിന്റെ മാർക്ക് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ 70 കൊടുത്തേക്കുന്നത്. ഓക്കെ, there will be not counted for ranking. അത് നമുക്ക് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, എടുക്കില്ല. ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ മാത്രമാണ്. ഓക്കെ, ഇനിയും ഇത് പ്രിലിംസിന്റെ കാര്യമാണ് പറഞ്ഞത്. മെയിൻസിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. മെയിൻസ് എക്സാമിനേഷൻ കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഓഫ് 300 മാർക്സ്. ടോട്ടൽ 300 മാർക്കിനാണ് മെയിൻസിന്റെ എക്സാം നമുക്ക് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എത്ര മാർക്കിനുണ്ടാകും? 25 മാർക്കിനുണ്ടാകും. ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഓൺലൈൻ തന്നെയായിരിക്കും. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് വിൽ ഹാവ് സെപ്പറേറ്റ് ടൈമിംഗ് ഫോർ എവറി സെക്ഷൻ. ഓരോ സെക്ഷനും സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്, പ്രിലിംസിലെ പോലെ തന്നെ. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഓൺലൈൻ ആണ്, നമ്മൾ ടൈപ്പ് ചെയ്യാം അല്ലെ, നമ്മൾ എഴുതുമല്ല ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്. നമ്മുടെ ഓൺലൈൻ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് ശേഷം തൊട്ടടുത്ത് തന്നെ നമ്മൾ എന്താണോ ഡിസ്ക്രിപ്റ്റീവ് അവർ ക്വസ്റ്റ്യൻസ് തരുന്നത് അത് നമ്മൾ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയും എന്തില്ല? there will no നെഗറ്റീവ് മാർക്സ്. ഇവിടെയും എന്തില്ല? നെഗറ്റീവ് മാർക്സ് ഇല്ല. ആൻഡ് ഈച്ച് സെക്ഷൻ സെപ്പറേറ്റ്ലി. ഇവിടെ നമ്മൾ ഓരോ സെക്ഷനും എന്ത് ചെയ്യണം? നമ്മൾ ക്വാളിഫൈ ചെയ്യണം. സെപ്പറേറ്റ് സെക്ഷണൽ ടൈമിംഗും ഉണ്ട്, സെപ്പറേറ്റ് സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. ഈ സെപ്പറേറ്റ് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടെന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അതായത് നമ്മളിപ്പോൾ നേരത്തെ റീസണിങ്ങിന്റെ 35 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഈ 18 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഓവറോൾ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ആയാലും സെക്ഷണൽ കട്ട് ഓഫ് ഓരോന്നിനും അത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഔട്ടായി പോകും. ഓക്കെ, നമ്മൾ എക്സാം ക്വാളിഫൈ ആയി എന്ന് പറയാൻ പറ്റില്ല. ഓരോന്നിനും എത്ര ഇതാന്ന് നോക്കാം. റീസണിങ് നിങ്ങളൊന്ന് നോക്കിക്കേ. 35 ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യനും പോട്ടെ, 30 ക്വസ്റ്റ്യൻ 90 മാർക്ക്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വരും. 30 × 3 90 മാർക്കാണ് റീസണിങ്ങിന് വരിക. ഇവിടെ മിനിമം കട്ട് ഓഫ് SC/STക്ക് 40 ആണെങ്കിൽ ജനറലിസ്റ്റിന് എത്രയായിരിക്കും? ജനറൽ കാറ്റഗറിക്ക് എത്രയാണ്? 45 മാർക്ക്. 90ൽ മിനിമം നിങ്ങൾ നേടിയിരിക്കണം ഫോർ റീസണിങ്. ആ സെക്ഷണൽ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ അവർ ഡിക്ലെയർ ചെയ്തു എത്രയാണ് സെക്ഷണൽ കട്ട് ഓഫ് എന്നുള്ളത്, ഓൾറെഡി അവർ നേരത്തെ ഡിക്ലെയർ ചെയ്തു. അത് കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ദെൻ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 30 ക്വസ്റ്റ്യൻ 60 മാർക്ക്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. മിനിമം ക്വാളിഫൈ മാർക്ക് SC/ST ആണെങ്കിൽ 27, ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 30 മാർക്ക് മിനിമം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ QA 30 ക്വസ്റ്റ്യൻ, എഗെയിൻ 90 മാർക്ക്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം. നമുക്ക് SC/ST ആണെന്നുണ്ടെങ്കിൽ 40 മാർക്കും ജനറൽ ആണെന്നുണ്ടെങ്കിൽ 45 മാർക്കും മിനിമം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ദെൻ എടുത്തു പറഞ്ഞിട്ടുള്ള അടുത്ത സെക്ടറാണ്, കാരണം ഇത് ഇൻഷുറൻസിന്റെ പരീക്ഷയാണ് അല്ലെ, LIC/AAO ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ AAO പോസ്റ്റിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് മെയിൻസിന് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ് നിങ്ങൾക്കുണ്ടോ എന്ന് അവർ ടെസ്റ്റ് ചെയ്യും. അതിന് എത്ര മാർക്കിനാ ചോദിച്ചേക്കുന്നത്? 30 ക്വസ്റ്റ്യനും മാക്സിമം മാർക്ക് 60, അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. മിനിമം 27 മാർക്ക് SC/STക്കാരും ജനറൽ കാറ്റഗറിക്കാരും മിനിമം 30 മാർക്കും മേടിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് എടുത്ത് പഠിക്കണം അല്ലെ. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കൂടെ ഇത് പഠിച്ചു പോകുന്ന കാര്യമാണ്. ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് എന്ന് പറയുന്നത് പോലെ ഇൻഷുറൻസ് അവയർനെസ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് ഇൻഷുറൻസ് എക്സാം ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിന് സെപ്പറേറ്റ് സെക്ഷണൽ ടൈമിംഗും ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്. ഇത് ക്ലിയർ ആകാതെ നമുക്ക് പറ്റില്ല. അപ്പോൾ ടോട്ടൽ നോക്കിക്കേ. ദെൻ ടോട്ടൽ 120 ക്വസ്റ്റ്യൻ 300 മാർക്ക്. പിന്നെ നോക്കിക്കേ, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക, 25 മാർക്ക്. ഇവിടെയും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വിൽ ബി ക്വാളിഫൈങ് നേച്ചർ. നേരത്തെ ഇംഗ്ലീഷിന്റെ കാര്യം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇമെയിൽ, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ഇതെല്ലാം ആയിരിക്കും നമ്മളോട് എന്ത് ചെയ്യുക, അവര് ചോദിക്കാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നോക്കിക്കേ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ only those candidates will be evaluated who qualify in the objective part of the mains examination. അപ്പോൾ എല്ലാവരുടെയും മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്നവരുടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അവരെ എന്ത് ചെയ്യത്തുള്ളൂ, മീൻസ് ക്വാളിഫൈ നേച്ചർ ആണോ അവരത് വാല്യൂ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രിലിംസിന്റെ മെയിൻസിന്റെയും എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് മെയിൻസിന് സെപ്പറേറ്റ് സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്, സെക്ഷണൽ ടൈമിങ്ങും ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇപ്പൊ റീസണിങ്ങിന് 30 ക്വസ്റ്റ്യന് 40 മിനിറ്റും, ജനറൽ നോളജിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റും, ഡി ഐക്ക് ആണെന്നുണ്ടെങ്കിൽ 40 മിനിറ്റും, ഇൻഷുറൻസ് അവയർനെസ്സിനാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ്സും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അരമണിക്കൂറുമാണ് നമുക്ക് കിട്ടുക. അപ്പൊ സെപ്പറേറ്റ് ടൈമിങ്ങും ഉണ്ട്, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട്, സെക്ഷണൽ ടൈമിങ്ങും ഉണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അപ്പൊ ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, കാൻഡിഡേറ്റ് മസ്റ്റ് പാസ് ഇൻ ഈച്ച് സെക്ഷൻ സെപ്പറേറ്റ്ലി ആൻഡ് ഷുഡ് ഒബ്റ്റെയിൻ എ മിനിമം മാർക്സ് ഇൻ ദി അഗ്രിഗേറ്റ് ടു ക്വാളിഫൈ ഫോർ ദി ഓൺലൈൻ എക്സാമിനേഷൻ. അപ്പൊ മിനിമം മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ, അതായത് ഓവറോൾ കട്ട് ഓഫ് മാത്രം ക്ലിയർ ആയിട്ട് കാര്യമില്ല, നമുക്ക് മിനിമം മാർക്ക് അവർ പറഞ്ഞിട്ടുള്ള മിനിമം കട്ട് ഓഫ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത്രയുമാണ് പ്രിലിംസും മെയിൻസിന്റെ കാര്യം. ഇനി നമുക്ക് ഇന്റർവ്യൂവിന്റെ കാര്യത്തിലേക്ക് കടക്കാം. Maximum interview marks are 60 and qualify marks for EWS, unreserved and OBC candidates are 30. നമ്മുടെ ഇന്റർവ്യൂവിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. EWS ആണെങ്കിൽ OBC ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 30 മാർക്കും, SC ST PWBD ആണ് എന്നുണ്ടെങ്കിൽ 27 മാർക്കുമാണ് നമുക്ക് മിനിമം ക്വാളിഫൈങ് മാർക്ക് അവർ എന്തിനു പറഞ്ഞിട്ടുള്ളത്, ഇന്റർവ്യൂവിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മിനിമം ക്വാളിഫൈ മാർക്സ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു പോകും, ഈ ഒരു റൗണ്ടിൽ നിന്ന് നമ്മൾ ഔട്ടായി പോകും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ വേക്കൻസിയുടെ 3 times ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി കോൾഡ് ഫോർ ദി ഇന്റർവ്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 3 times ദി നമ്പർ ഓഫ് വേക്കൻസീസ് ടു ബി ഫിൽഡ്. Okay, the merit order of such groups or candidates shall be as per the total marks in the mains examination and interview. നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് മെയിൻസിന് കിട്ടിയ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും കൂടെ എടുത്തിട്ടാണ്. അപ്പം 2 മാർക്ക് ആണ് എന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഓഫ് സിമിലർ മാർക്സ് ഓർ of 2 or more candidates, the final ranking will be arrived as follows. അപ്പോൾ അത് അവരെടുത്ത് പറഞ്ഞേക്കാണ്, ഇനി ഒരേ മാർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തിന്റെ ബേസിസിലായിരിക്കും നമ്മളുടെ ഫൈനൽ സെലക്ഷനിൽ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, then in case of similarity in educational qualification, അതിന്റെ മെറിറ്റ് ഓർഡർ വിൽ ബി ഡിസൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ഏജ് ഒരു കാൽക്കുലേഷൻ ഫാക്ടർ ആയിട്ട് അവരെടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് എക്സാം പാറ്റേൺ എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം മെയിൻ കാര്യങ്ങൾ, വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്താണ് വേണ്ടത്, നന്നായിട്ട് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒരുപാട് എക്സാംസ് ആണ് നമുക്ക് വരുന്നത്, അല്ലെ? ഏറ്റവും സിലബസ് കുറവ് ഏത് എക്സാമിനാണെന്ന് ചോദിച്ചാൽ അത് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്. 4 സബ്ജക്റ്റ് പഠിച്ചാൽ മതി, പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം. ഇപ്പൊ LIC-AA തന്നെ സാലറി തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പഠിക്കണം. അത് പ്രിലിംസ് മാത്രം പോരാ, പ്രിലിംസും മെയിൻസും. അപ്പോൾ നമ്മുടെ സൈലം ബാങ്കിങ്ങിനോടൊപ്പം നിങ്ങൾക്ക് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ബേസ് മുതലുള്ള ബാച്ചും ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് പ്രിലിംസ് ഓക്കെയാണ്, മെയിൻസിനാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, കറണ്ട് അഫയേഴ്സ് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യണം, അങ്ങനെ മെയിൻസ് ലെവൽ DI, റീസണിങ്, ഇംഗ്ലീഷിലും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ മെയിൻസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ സൈലം ബാങ്കിങ്ങിന്റെ മെയിൻസിന് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ബാച്ചുമായിട്ട് നമ്മൾ വരികയാണ്, മെയിൻസ് ബൂസ്റ്റർ ബാച്ച് 2.0. അപ്പം നമ്മളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിൻ്റെയും മെയിൻസിൻ്റെ എൻറ്റയർ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ എക്സാംസിനും നമ്മൾ നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെയിൻസിൻ്റെ എൻറ്റയർ സിലബസും കവർ ചെയ്യുകയും ചെയ്യും, പ്രാക്ടീസും നമ്മൾ തരും. ഇനി മെയിൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിനും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും ഉള്ള ഒരു സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബേസ് ഒന്നും ഇല്ല, ഞങ്ങൾക്ക് ബേസ് മുതൽ ഞങ്ങൾക്ക് ക്ലാസ് വേണം, അപ്പോൾ അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ സൈലം ബാങ്കിങ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മളുടെ ക്യാമ്പസ്. അപ്പോൾ അവിടെ നമ്മുടെ ബേസ് റെഗുലർ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലേക്ക് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫ്ലൈൻ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവിടെയും നമ്മൾ ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാത്തിനുമുള്ള ഒരു എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും.
ഓക്കെ, അവിടെ എല്ലാത്തിനും പ്രിലിംസ് മാത്രമല്ല മെയിൻസും നമ്മൾ എൻറ്റയർലി കവർ ചെയ്യുന്നതാണ് ഓഫ്ലൈനിൽ. ദെൻ ഓൺലൈൻ ബാച്ച് ആണ് നിങ്ങൾക്ക്, ഇപ്പോൾ ഓൺലൈനിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ IBPS SBI ടാർഗറ്റ് ബാച്ച് ഓൾറെഡി ഇത് സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. എല്ലാ ക്ലാസ്സസും ലൈവ് ആണ്. എല്ലാ ലൈവ് ക്ലാസ്സസിന്റെയും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് കണ്ടുപഠിക്കാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IBPS SBI ടാർഗറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ എക്സാം സീസൺ ആണ്, ഒട്ടും സമയം കളയാനില്ല. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.